ഹലോ. ആരാ എന്താണെന്നൊന്നും ചോദിക്കണ്ട. നിങ്ങളുടെ എന്ത് വീട്ടിൽ റെയ്ഡ് നടക്കും. റെയ്ഡോ? ഒരു ഫയലുമായിട്ട് ബന്ധപ്പെട്ട. ഈ വീട്ടിൽ എങ്ങനെയാ ഫയൽ ഉണ്ടാവുക? എനിക്ക് കിട്ടിയ ന്യൂസ് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്താ നമ്മുടെ വീട്ടിലേക്ക് ഫയൽ അന്വേഷിച്ച് വരുന്നു എന്നാ പറഞ്ഞേ. അതെങ്ങനെയാ ഏട്ടാ? പണം ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്താ ഈ ബാഗ് നീ പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടു? ഒന്നുമില്ല, ആദ്യം നീ ഇവിടുന്ന് കൊണ്ടുപോ. We are from Income Tax Department. Search warrant. ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. ഈ അവസ്ഥയിൽ എന്തിനാ സാർ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്? Sorry for the trouble. ഹലോ. എന്താളിയാ, വീട്ടിൽ റെയ്ഡായിരുന്നു അല്ലേ? എനിക്കറിയാടാ ഇത് നിന്റെ പണിയായിരിക്കുമെന്ന്. നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലളിയാ. ഓ, പണം കുമാറിൻ്റെ കൊടുത്ത് വീട്ടിൽ സൂക്ഷിക്കാൻ പറഞ്ഞേക്ക്. മിക്കവാറും നീ കുമാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരൂടാ. അന്നേ ഞാൻ പറഞ്ഞില്ലടാ അതിന്ന് 1 കോടി ഞാൻ എടുക്കുമെന്ന്. പണം എപ്പോഴും യോഗ്യതയുള്ളിടത്താടാ നിൽക്കുക. നിന്റെ ഫാമിലിക്ക് ആ യോഗ്യതയില്ല. നീ ഇപ്പോൾ ഹീറോ കളിയൊക്കെ നിർത്തിയിട്ട് പോയി നിന്റെ ഫാമിലിയെ രക്ഷിക്കാൻ നോക്ക്. ജീവിതത്തിൽ ഒരുത്തൻ ജയിക്കാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ തോക്കാനും ജനിച്ചിട്ടുണ്ടാവും. ഞാൻ ജയിക്കാൻ ജനിച്ചവനാ, നീ എൻ്റെ അടുത്ത് തോൽക്കാൻ ജനിച്ചവനാ. ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കിയതാടാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. സോറിടാ. ചേട്ടാ, ഞാൻ രമേശാ. പറമോനെ. ചേട്ടാ, എനിക്കൊരു നമ്പറിന്റെ ലാസ്റ്റ് 15 ദിവസത്തെ കോൾ റെക്കോർഡ്സ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. മോനെ, ഞാനുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലല്ലേ. ഒരു 10 മിനിറ്റിൽ ട്രേസ് ചെയ്യാം. മോനിങ്ങി പോരെ. എടാ, കഴിഞ്ഞ 15 ദിവസമായിട്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അത് ഓൺ ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് ഈ നമ്പറുകളിലേക്കാണ്. 23 ഫ്ലാറ്റിന്റെ ഇൻസ്റ്റാൾമെന്റ് ക്ലോസ് ചെയ്തു. ബാക്കി 23 ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുപോവാ. താൻ എന്തായി കാണിക്കുന്നത്? നമ്മുടെ ഡീലല്ല എങ്ങനെ പുറത്തറിയുന്നത്? എനിക്ക് പറയേണ്ട ആവശ്യം എന്താ? നീ പറഞ്ഞിട്ടൊരാൾ വന്ന് ഫുൾ ഡീറ്റെയിലും ചോദിച്ച് 7 മണി 9 മണി ആക്കിയിട്ട് പോയി. ആര് വന്ന് ചോദിച്ചാലും താൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇത് ഹേമയുടെ നമ്പറാ, ഇത് അവന്റെ അമ്മയുടെ നമ്പർ. ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കി. തനിക്ക് എന്നെ ഒന്നും വിളിച്ചു ചോദിക്കാൻ പാടില്ലേ? ജെൻ ബിൽഡേഴ്സ്. ഇതാ ബിൽഡറിന്റെ നമ്പർ അളിയാ, ജെൻ ബിൽഡേഴ്സ്. ശരി, അത് പോട്ടെ. ഇപ്പൊ എൻ്റെ അടുത്ത് പണമുണ്ട്. ആ ഡീല് വേണോ വേണ്ടേ? അതൊക്കെ എപ്പോഴേ ക്ലോസ് ചെയ്തു. നീ അത്ര നല്ലയാളാണെന്ന് തോന്നുന്നില്ല. ഈ പണത്തിൽ എനിക്ക് വിശ്വാസവും ഇല്ല. ആരൊക്കെയോ വരുന്നോ പോകുന്നു. നിന്റെ ഡീല് എനിക്ക് വേണ്ട. ഈ നമ്പറിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഹലോ. ഹലോ, ആരാ? സാർ, ആ പൈസയുടെ കാര്യം. ഏത് പൈസ? അതെ സാർ, ആ ബിസിനസിന്റെ പണം. എന്ത് ബിസിനസ്സാ? സാർ, ആ പണത്തിന്റെ മാറ്ററാ സാർ. നിങ്ങൾ ആരാ? സാർ, എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. എനിക്ക് നമ്പർ തന്നായിരുന്നു സാർ. ആരാ തന്നത്? അതാ സാർ, അയാള്. റോങ് നമ്പർ. ഫോൺ വെക്കണോ? അളിയ നമ്പറിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണോടാ. എന്താ മോളെ ഹേമ ഡാർലിംഗ്, എന്ത് ചെയ്യാ ഇവിടെ? ഭർത്താവിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് പ്ലാൻ ചെയ്യണോ? ശരിയല്ലേ? അവൻ എൻ്റെ അടുത്തുനിന്ന് പണം അടിച്ചു മാറ്റുമോ? ദേ നോക്ക്, അവൻ എന്നെ പറ്റിച്ച പണം. നിന്റെ പൂർവ്വകാമുക നാണം കെടുന്നത് നിനക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. കേൾക്കണോ നിനക്ക്? അവൻ വേദനിച്ച് കരയുന്നത് കേൾക്കണോ നിനക്ക്? ഹലോ. എന്താ മോനെ രമേശാ, കുടുംബത്തോടെ കരഞ്ഞോണ്ടിരിക്കുക? നീ കാരണം ഇനി അവരെന്തൊക്കെ അനുഭവിക്കാൻ ബാക്കിയുണ്ടാ? സംസാരിക്കടാ, സംസാരിക്കേ. നിന്റെ ഡാർലിംഗ് സ്പീക്കറിൽ കേട്ടോണ്ടിരിക്കുക. അളിയ, നീ ഫോൺ കെട്ടിയടാ. നിന്റെ വൈഫിന്റെ മുമ്പിൽ നാണം കെടും. എന്നെ നാണം കെടുത്താൻ പോവാ? എങ്ങനെയാടാ അത്? അളിയ, ഞാൻ വീണ്ടും പറയാം, നീ ഫോൺ വെക്ക്. വെറുതെ വൈഫിന്റെ മുമ്പിൽ നാണം കെടണ്ട. ഏയ്, എന്നെ നാണം കെടുത്ത് എനിക്കതൊന്ന് കാണണം. ഞാൻ പറഞ്ഞതാ. ഞാൻ ജയിക്കാൻ ജനിച്ചവനും നീ എന്നോട് തോക്കാൻ ജനിച്ചവനോ? അളിയ, നിനക്ക് മനോഹരൻ എന്നുള്ള പേര് ഓർമ്മയുണ്ടോ? എവിടെയോ കേട്ട പോലില്ലേ? ആന്റി, എനിക്ക് മനോഹരൻ ഒന്ന് കാണണം. ഞാൻ പുള്ളിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു, ഒരു ബിസിനസ് കാര്യത്തിനാ. ആരാ നിങ്ങൾ? സാർ, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനില്ല. അയാൾ സംസാരിച്ച അവസാനത്തെ നമ്പറിലൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരി. അയാളുടെ പേര്? അയാളുടെ പേര് രമേശ്. രമേശ് എന്ന് പറഞ്ഞാൽ ആരും എനിക്കറിയില്ല. അതെയോ? സാറിൻ്റെ പേരാണല്ലോ എന്നോട് പറഞ്ഞേ. അയ്യോ, ഫോണിലും ബാലൻസ് ഇല്ല. ആ ഫോൺ തന്നിരുന്നെങ്കിൽ എനിക്കൊരു കോൾ ചെയ്യായിരുന്നു.
താങ്ക് യു. സാർ ആക്ച്വലി ഞാൻ പേര് മാറ്റിയേ പറഞ്ഞേ. അവൻ്റെ പേര് അരവിന്ദ് എന്നാ. ഹലോ ദേ നോക്കിയേ, അരവിന്ദന്റെ ഫ്രണ്ട് തന്നെയാ. അത്രേ ഉള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. എനിക്ക് വേറെ പണിയുണ്ട്, പോവാൻ നോക്ക്. നീ എന്നെ പിടിക്ക്. ആ ശരി ശരി. ഈ മുറി കേറണ്ട, അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഈ മുറി തുറക്കരുതെന്ന്. സാർ കുടിക്കാൻ എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. ഇങ്ങതാ, ഇങ്ങ് തരാൻ, ഇങ്ങ് തോണം. എന്താ അവിടെ ഒരു ബഹളം? ഏയ് ഒന്നുമില്ല ഒന്നുമില്ല. എന്തിനാണ് അവൻ നിന്റെ ഈ പണം തന്നെ? സാർ, ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ തന്നതാ. കമ്മീഷൻ മാത്രമേ എനിക്കുള്ളൂ. അളിയാ, എൻ്റെ അടുത്തുനിന്ന് 1 കോടി നീ എടുത്തു. എന്നാ നിന്റെ അടുത്തുള്ള ബാക്കി 4 കോടി ഇപ്പൊ എൻ്റെ കയ്യിലാ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഫോണ് കട്ടി വെറുതെ ഭാര്യയുടെ മുമ്പിൽ നാണം കിടണ്ടാന്ന്. കേട്ടോ നീ? എന്താ നീ പറഞ്ഞേ? പണം യോഗ്യതയുള്ളവരുടെ കൂടെ ഉണ്ടാവുള്ളൂ, എൻ്റെ കുടുംബത്തിന് അതില്ലാന്നല്ലേ? നീയും എൻ്റെ കുടുംബമല്ലേടാ അളിയാ. അതുകൊണ്ടല്ലേ പണം നിന്റെ കയ്യിൽ നിന്ന് പോയത്. ഞാൻ നിന്റെ മുമ്പിൽ തോക്കാൻ ജനിച്ചവനോ? എൻ്റെ അളിയാ, നിന്റെ മുമ്പിൽ സുരേഷ് തോറ്റിട്ടുണ്ടാവും, സുമേഷ് തോറ്റിട്ടുണ്ടാവും, സുധീഷ് തോറ്റിട്ടുണ്ടാവും, സുനീഷ് തോറ്റിട്ടുണ്ടാവും, സുജീഷ് തോറ്റിട്ടുണ്ടാവും, സുഭാഷ് തോറ്റിട്ടുണ്ടാവും. എന്നാൽ നിന്റെ മുമ്പിൽ ഈ രമേശ് ഒരിക്കലും തോക്കുന്ന് നീ വിചാരിക്കണം. അപ്പൊ 4 കോടി പോയല്ലേ? 4 കോടി കളഞ്ഞിട്ട് 1 കോടി എടുത്തോണ്ട് വന്നേനാണോ ഇത്ര ബിൽഡപ്പ്? എന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വോയിസ് എന്തായാലും സ്ട്രോങ് തന്നെയാ. നിന്റെ വോയിസാ ഡള്ളായത്. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, കാലത്തിൻ കോവിലിൽ പൂജാരി, ഞാൻ കള്ളന്റെ മുന്നിൽ ധിക്കാരി. ഉവ്വ്!